കടക്കടിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്ത ഒരു ഉസ്താദിൻ്റെ മരണമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പലരും പല വീക്ഷണത്തിൽ അതിനെ വീക്ഷിക്കുമ്പോൾ ചിലരുടെ വീക്ഷണം ആത്മഹത്യയെ നിസാരവൽക്കരിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ അനുചരന്മാരോട് ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സകലമാർന്ന തയ്യാറെടുപ്പോടു കൂടി കടന്നു വരുന്ന ഒരാളെക്കുറിച്ച് ഇന്നഹു മിൻ അഹ്ലിന്നാർ, അദ്ദേഹം നരകാവകാശിയാണെന്ന് നിബിധങ്ങൾ പറയാണ്. അപ്പോൾ ചുറ്റിലുമുള്ള സ്വഹാബത്തൊക്കെ വളരെ ആശ്ചര്യത്തോടുകൂടെ ഹബീബിനെ അങ്ങനെ നോക്കിപ്പോകുന്നുണ്ട്. കാരണം അവരെല്ലാവരും ആഗ്രഹിക്കുന്ന പദവിയാണ് യുദ്ധത്തിൽ ഷഹീദാവുക എന്നുള്ള പദവി. അങ്ങനെ ഒരു സ്വഹാബി ഇയാളെ വീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഇയാളെങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫജുരിഹ റജുലു ജുർഹൻ ഷദീദ, അദ്ദേഹത്തിന് വളരെ ശക്തമായ മുറിവേൽക്കാണ് ആ യുദ്ധത്തിൽ. അങ്ങനെ അദ്ദേഹം മരണത്തിനോട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന സമയം അദ്ദേഹത്തിന്റെ വാളിന്റെ മൊനഭാഗം ഭൂമിയിൽ വെക്കുകയാണ്. മൂർച്ചയുള്ള ഭാഗം തന്റെ നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ ആക്കുകയാണ്, നടുവിലാക്കുകയാണ്. സുമ്മ തഹാമല അലൈഹി, എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ രൂപത്തിലാണ് കൊല്ലപ്പെടുന്നത്, മരിക്കുന്നത്. അപ്പം ഈ കാരണം കൊണ്ട് അദ്ദേഹത്തിന് നരകമുണ്ട് എന്ന് ഹബീബ് പറയണം. അപ്പോൾ ആത്മഹത്യ എന്നുള്ളത് ഇസ്ലാമിൽ വളരെ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. ഒന്നിനും പരിഹാരമില്ലാത്ത ഒരു സംഭവമാണ് ആത്മഹത്യ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉസ്താദുമാരായ നമ്മൾ ഒരു ജോലിയിൽ കയറുമ്പോൾ അവരുമായി ശമ്പളത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾക്ക് കഴിയുന്നതാണെങ്കിൽ, നമുക്ക് കഴിയുന്ന രൂപത്തിലാണ്, മാന്യമായ ശമ്പളമാണെങ്കിൽ നാം അത് ഏറ്റെടുക്കുക. ഞാൻ പറയാനുള്ള കാരണം, ഏതൊരു സംഗതിക്കും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിന് വാല്യൂ കൂടും. അതായത് 10,000 കൊടുത്താലും 10,000 കൊടുത്താലും ഉസ്താദുമാരെ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ശമ്പളം കൂട്ടൂല. മറിച്ച് ഉസ്താദുമാരെ കിട്ടൂല എന്നവർ മനസ്സിലാക്കി തുടങ്ങിയാൽ അവർ ശമ്പളം കൂട്ടാൻ തുടങ്ങും. അതുകൊണ്ട് ഡിമാൻഡ് ഉണ്ടെങ്കിൽ സാധനത്തിന് വാല്യൂ കൂടും. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മളെല്ലാവരും ഒരു പരിവർത്തനം ഉണ്ടാക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാൻ.